ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെറുപ്പം തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെറുപ്പത്തിൽ പെട്ടിക്കട പോയിട്ട് ചേട്ടാ ഒരു ഗ്യാസ് മിഠായി നമ്മൾ ചോദിക്കാറില്ലേ? ആ ചേട്ടൻ പറയും ഗ്യാസ് മിഠായി 50 പൈസയാണ്. നമ്മൾ പറയും ചേട്ടാ ഈ ഗ്യാസ് മിഠായിനേക്കാൾ നല്ലത് ചോക്ലേറ്റ് തന്നെയല്ലേ, 50 പൈസ കിട്ടുമല്ലോ. അപ്പോൾ തന്നെ ഈ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. രണ്ടാമത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉത്സവത്തിന് പോകുന്ന സമയത്ത് അവിടെ പരവൻ വയ്ക്കുന്ന ചേട്ടനോട് ചേട്ടാ ഈ പരവൻ ഒന്ന് വേർപ്പിച്ച് തരുമോ? അപ്പോൾ ആ ചേട്ടൻ പറയും മോനെ ഇതിന് ഗ്യാസ് ഇല്ല. അങ്ങനെ പരവൻ വേർപ്പിക്കാൻ ഗ്യാസ് ഇല്ലാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിഷമമാവും. അപ്പോൾ തന്നെ ഈ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർമാർ ചോദ്യം ചോദിക്കുമ്പോൾ അടുത്തുള്ള പയ്യൻ പറയും അവൻ്റെ ഗ്യാസ് പോയി ആ ചോദ്യം കേട്ടിട്ട്. അപ്പോൾ തന്നെ ഈ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നമ്മൾ മുതിർന്ന സമയത്ത് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറിന് തോന്നില്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനോട് തോന്നില്ലേ? ഡോക്ടർ പറയും നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ ആണെന്ന്. അപ്പോഴേക്കും ഗ്യാസിന് പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിപ്പോൾ ഗ്യാസിന് കുറേ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് വരാം. ചിലപ്പോൾ കിട്ടിയാലോ? നിങ്ങളും ബുക്ക് ചെയ്തിട്ട് വന്നോ?